എല്ലാവർക്കും ഈ ലൈനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതും ഓരോ ചാപ്റ്റർ വൈസ് റിവിഷൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കുന്ന ചാപ്റ്ററിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടേറെ ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്നാൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതും എന്നാൽ ഇപ്പോൾ SSC പബ്ലിഷ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യനിൽ വരുന്നതുമായിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളിലേക്കും കടക്കാം. ഓക്കെ, ഓരോ ചോദ്യങ്ങളായി പോകുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നിന്നു. ഇത്തവണ ചോദിച്ച മോഡൽ പരീക്ഷയ്ക്ക്, അതായത് നമ്മുടെ SSLCയുടെ മോഡൽ പരീക്ഷയ്ക്കും ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ ചോദ്യം വലിയ പ്രയാസമുള്ള ഒരു ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. എന്നിരുന്നാലും ഇത് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം എന്നതിന്റെ ഉത്തരമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ സംസ്, ചുവടെയുള്ളവയുടെ തുക കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം വന്നാൽ ഈ ചോദ്യത്തിന്റെ പ്രത്യേകതയുള്ളത് 4, 8, 12 അങ്ങനെ 120 വരെ തന്നിരിക്കുന്നു അല്ലെ. ഇത് സമ്മ് തുകയുടെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n/2 × x1 + xn എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുള്ള എന്തുവാന്ന് വെച്ചാൽ നമുക്ക് അവിടെ n തന്നിട്ടില്ല. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം നമുക്ക് അവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മളുടെ ആദ്യത്തെ കർത്തവ്യം സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? n കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും അല്ലെ. പദങ്ങളുടെ എണ്ണം നമുക്ക് മസ്റ്റ് ആയിട്ടും വേണമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് n = xn - x1 / d + 1. അതായത് n കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനിൽ ഈ 120 എന്ന് വിളിക്കുന്ന അവസാനത്തെ നമ്പർ ആയിരിക്കും xn ആയി കണക്കാക്കപ്പെടുന്നത് ആണല്ലോ. ആദ്യം വന്നിരിക്കുന്ന 4 ആയിരിക്കും x1 ആയി കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഡി പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് കോമൺ ഡിഫറൻസ് എല്ലാവർക്കും അറിയാം, എത്ര വീതം കൂടി പോകുന്നു എന്നുള്ളതാ. ഇവിടെ 4 വീതം കൂടി പോകുന്നു. അപ്പൊ ഈ വക കാര്യങ്ങളെ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ n കിട്ടും. എന്നാൽ നമ്മൾ ഇന്നിവിടെ ഈ ഒരു മെത്തേഡിൽ അല്ല ഈ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഒട്ടേറെ പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യം എന്ന നിലയിലും എന്നാൽ വളരെ എളുപ്പത്തിൽ ഈസി സ്കോറിംഗ് എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം 4, 8, 12 പ്ലസ് അപ് ടു 120 വരെ. പരീക്ഷയ്ക്ക് ചോദിച്ചത് 3, 6, 9 എന്ന രീതിയിലായിരുന്നു, എന്നാൽ നമ്മൾ അതിൽ മാറ്റിയിട്ടതാണ്. അപ്പം ഈ തന്നിരിക്കുന്ന നമ്പറുകളെല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം 4ന്റെ മൾട്ടിപ്പിൾസാ, ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാനുള്ള മാർഗം വളരെ സിമ്പിൾ ആണ്. ആ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന 4നെ ഞാൻ നിങ്ങൾ കോമൺ എടുക്കുന്നു, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ അകത്തോട്ട് വരുന്നു എന്ന് നോക്കാം. അതാണ്ട് വളരെ സിമ്പിൾ. 4 എന്ന് വിളിക്കുന്നത് 4ന്റെ എത്രാമത്തെ മൾട്ടിപ്പിളാ? 1ാമത്തെ. സോ 1 പ്ലസ് 8 എന്ന് വിളിക്കുന്നത് 4ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾസാ? 2ാമത്തെ. സോ 2 പ്ലസ് 12 എന്ന് വിളിക്കുന്നത് 4ന്റെ എത്രാമത്തെ മൾട്ടിപ്പിളാ? 4 × എത്ര 12 എന്ന് നോക്കിയാൽ മതി. 4 × എത്ര? 3 ആണ് 12 പ്ലസ് അങ്ങനെ 120 വരുന്നുണ്ട്, ശരിയല്ലയോ? അപ്പൊ 120 4ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾസ് ആണെന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് മനക്കണക്കായിട്ട് ചെയ്താലോ മതി. 120നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ 12മായി ക്യാൻസൽ ആയിപ്പോയി 30 എന്ന ഉത്തരത്തിലോട്ട് വരത്തില്ലയോ? സോ അവസാനം 30 എന്ന ആൻസറിലോട്ട് എത്താം, ശരിയല്ലയോ? കാരണം നമ്മളിവിടെ അധികം ഇക്വേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ വെർത്ത് ഫോർ ദ മാർക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. 2 മാർക്കിന് ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ n കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, sn കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, ഇത് ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും. പിടികിട്ടിയോ? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് വിളിക്കുന്നത് ഈ 4 അവിടെ തന്നെ കിടപ്പുണ്ട്. ഈ കിടക്കുന്ന 1, 2, 3, 4 അങ്ങനെ പോയി 30 വരെ ഉള്ളത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? n × n + 1/2, ശരിയല്ലേ? n × n + 1/2 ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ 30 വരെയാണ് സംഖ്യകൾ. സോ n-ന്റെ വില 30. അപ്പൊ ഉത്തരം ഈ 4 അവിടെ തന്നെ കിടപ്പുണ്ട്. 30 ×
30 പ്ലസ് 1 എന്ന് വരും. 30 പ്ലസ് 1 എത്ര? 31/2 എന്ന ആൻസറിലോട്ട് എത്തും. ശരിയല്ലയോ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം എഴുതിയാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. 2ഉം 4ഉമായി ക്യാൻസൽ ചെയ്ത് 2 കിട്ടുന്നുണ്ട്. ബാക്കി ഉത്തരമായി വരുന്നത് ഇങ്ങനെയാണ്: 2 × 30 × 31 എന്ന ആൻസറിലോട്ട് കിട്ടും. ശരിയല്ലേ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം എഴുതുകയാണെങ്കിൽ ഏകദേശം എത്ര വരും? നമുക്കൊന്ന് മൾട്ടിപ്ലൈ നോക്കാം. 30 × 31 ചെയ്യുമ്പോൾ 31 × 3 ചെയ്യുന്നു. 3 9. 30 ആയതുകൊണ്ട് ഇവിടെ ഒരു 0 ഇട്ട് വെക്കുന്നു. 930 930 എന്ന് കിട്ടി. ഇനി അതിനെ 2 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലയോ? അതായത് 930ന്റെ ഇരട്ടി എടുക്കുമ്പോൾ 1860 എന്ന ഉത്തരത്തിലൂടെ നമുക്ക് എത്തിച്ചേരാം. നോക്കിക്കേ, ഒത്തിരി ഇക്വേഷൻസ് ഇല്ല, ബഹളമില്ല, ഒന്നുമില്ല. നേരെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഉപയോഗിക്കേണ്ട കാര്യം, ഒരു മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, പരീക്ഷയ്ക്ക് ചോദിച്ചത് 3ന്റെ മൾട്ടിപ്പിൾസ് ആയിരുന്നു. സോ അവിടെ നമുക്ക് 3 കോമൺ എടുക്കാം. എത്ര കോമൺ എടുക്കാം? 3നെ കോമൺ എടുത്തുകൊണ്ട് ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ചോദ്യത്തിൽ 4നെയാണ് കോമൺ എടുത്തത്. സോ ഉത്തരം ഇങ്ങനെ 1860 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പൊ ഒറ്റയടിക്ക് ഉത്തരമായിട്ട് എഴുതുകയാണെങ്കിൽ ഇതാണ് അതിന്റെ സ്റ്റെപ്പുകൾ. അപ്പൊ സമ്മ് 1860 എന്ന ഉത്തരത്തിലൂടെ നമ്മൾ എത്തപ്പെട്ടു. ശരിയാണല്ലോ? എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ 8, 16, 24 എക്സെട്ര 240 വരെ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാരാണ്? 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ കോമൺ എടുക്കേണ്ടത് ആരെ ആയിരിക്കും? 8നെ കോമൺ എടുക്കണം. ശരിയല്ലേ? അങ്ങനെ 8നെ ആണ് കോമൺ എടുക്കുന്നത് എങ്കിൽ പിന്നെയും നേരത്തെ ചെയ്ത അത്രയും സ്റ്റെപ്പുകൾ ചെയ്യണം. അപ്പൊ 2 മാർക്ക് വേണം. അത് നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്നാൽ ഇത്തവണ പരീക്ഷയ്ക്ക് ഇത് 1 മാർക്കിന് ചോദിച്ചാണ്. അപ്പോൾ ചിന്തിക്കുക, ഇത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ കോമൺ എടുക്കുന്നത് 8നെ അല്ല, പകരം 2നെയാണ്. എന്ന് വെച്ചാൽ ഈ തന്നേക്കുന്നതിന്റെ എല്ലാം പകുതി എടുക്കുന്നു. അങ്ങനെ ഒന്ന് വിചാരിച്ചാലും മതി. ഇതാ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, 4ന്റെ ഇരട്ടിയാണ് 8. ശരിയല്ലേ? 8ന്റെ ഇരട്ടിയാണ് 16. ശരിയാണ്. 12ന്റെ ഇരട്ടിയാണ് 24. 120ന്റെ ഇരട്ടിയാണ് 240. അപ്പൊ മുകളിൽ കൊടുക്കുന്നതിന്റെ എല്ലാം ഇരട്ടി ആയിട്ടാണ് താഴെ വന്നേക്കുന്നത്. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ സമ്മ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. കൂടുതൽ ഇക്വേഷനും ബഹളങ്ങളും ഒന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ ഉത്തരം. 2 × 1860 എന്ന ഉത്തരത്തടി. എവിടുന്ന ഈ 2 കിട്ടിയത്? മുകളിൽ കിടക്കുന്നതിന്റെ എല്ലാം ഇരട്ടിയാണ് താഴെ. സോ ഈ കിട്ടിയ സമ്മ്, തുകയുടെ 1860 എന്ന് വിളിക്കുന്ന തുകയുടെ ഇരട്ടി എടുത്ത് താഴോട്ടങ്ങ് എഴുതി വെച്ചാൽ മതി. സോ 2 × 1860 എന്ന് പറയുമ്പോൾ 1860ന്റെ ഇരട്ടി എടുക്കണം. അപ്പൊ ഏകദേശം എത്ര വരുമായിരിക്കാം? 3720 എന്ന ഉത്തരത്തിലോട്ട് കിട്ടി. വളരെ എളുപ്പത്തിൽ ചെയ്തൂടെ? അപ്പൊ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: 2 × 1860 എന്ന ഉത്തരത്തിലോട്ട് നിൽക്കാം. ശരിയല്ലേ മക്കളെ? ഇതാണ് അതിന്റെ സ്റ്റെപ്പ്, ഇതാണ് അതിന്റെ ഉത്തരം. അപ്പൊ 1 മാർക്കിനാണ് ഈ ചോദ്യം വന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് ഈസ് മോർ ദാൻ ഇനഫ് ആണ്, അല്ലേ? അപ്പം വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. പരീക്ഷയ്ക്ക് മറന്നു പോവുകയാണെങ്കിൽ ജസ്റ്റ് 8നെ ഇങ്ങ് കോമൺ എടുത്താലും മതി. അപ്പൊ 1 + 2 + 3 + up to 30 എന്ന രീതിയിൽ ഉത്തരത്തോടെ കിട്ടും. ശരിയല്ലേ? അപ്പൊ നേരത്തെ ചെയ്ത പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യത്തിലോട് നീങ്ങുന്നു. തൊട്ടടുത്ത ചോദ്യം വന്നേക്കുന്നത് ഇത്തരത്തിലാണ്: 10 + 18 + 26 + up to 242 വരെ. അപ്പം ഇതൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതെന്തായാലും 8ന്റെ ഇരട്ടിയല്ല. ശരിയല്ലയോ? ഇതെന്തായാലും 16ന്റെ ഇരട്ടിയല്ല. മുകളിൽ തന്നേക്കുന്നതിന്റെയും ഇരട്ടിയൊന്നും അല്ല. അപ്പൊ ഇരട്ടി വന്നാലും നമുക്ക് എളുപ്പമായിരുന്നു, × 2 ചെയ്തങ്ങ് പോയാൽ മതി. ഇവിടെ നടന്നേക്കുന്ന പ്രശ്നം എന്തുവാന്ന് ചോദിച്ചാ, 8ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 10 കിട്ടി. ശരിയല്ലേ? ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്ന ചോദ്യങ്ങളിലെല്ലാം ഇതേപോലെ എന്തെങ്കിലും ഒരു പാറ്റേൺ കാണുമെന്നേ. അപ്പം 8ന്റെ കൂടെ 2 കൂട്ടിയാൽ 10 കിട്ടി. 16ന്റെ കൂടെ 2 കൂട്ടിയാൽ 18 കിട്ടി. 24ന്റെ കൂടെ 2 കൂട്ടിയാൽ 26 കിട്ടി. 240ന്റെ കൂടെ 2 കൂട്ടിയാൽ 242 കിട്ടി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 2 വീതം
കൂടി 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 പോവുകയാ, ശരിയല്ലയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നേരത്തെ കിടന്ന സമ്മിനെയും കാട്ടിയും, അതായത് ഈ കണ്ടുപിടിച്ച 3720 രണ്ടുകൾ കൂടുന്നു. അപ്പൊ എത്ര രണ്ടുകൾ കൂടുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു 2 കൂടി, ഇവിടെ ഒരു 2 കൂടി, ഇവിടെ ഒരു 2 കൂടി, അങ്ങനെ മൊത്തം 30 ടേംസ് അല്ലാതെ നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചത്. ഇവിടുത്തെ സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് മായ്ച്ചു കളഞ്ഞേ ഉള്ളൂ. 30 ടേമുകളല്ലേ എവിടെ കൂടിയത്? അപ്പം 30 രണ്ടുകൾ കൂടി. എത്ര രണ്ടുകളാ കൂടിയത്? 30 രണ്ടുകൾ കൂടി. സോ ഉത്തരം നേരത്തെ കണ്ടുപിടിച്ച 3720 എന്ന് വിളിക്കുന്ന ഉത്തരത്തിന്റെ കൂടെ രണ്ടുകൾ കൂടി, ശരിയല്ലയോ? എത്ര രണ്ടുകൾ കൂടി? 30 രണ്ടുകൾ കൂടി. സോ 30 × 2 60. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 3780 എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൂടുതൽ സ്റ്റെപ്പുകളുടെയോ ബഹളങ്ങളുടെയോ ഒരാവശ്യവുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിച്ചെടുക്കാം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് അത്യാവശ്യം വന്ന് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരങ്ങൾ എഴുതിയെടുക്കാം. ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n+1/2. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഏക ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് ഇത് മാത്രമാണ്. വേറെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചല്ല. സോ ഇരട്ടി എടുത്ത് എഴുതി വെച്ചു, രണ്ടുകൾ കൂട്ടി എഴുതി വെച്ചു. ഇവിടെ 3 ആയിരുന്നു കൂടിയതെങ്കിൽ 3 × 30 എന്ന് എഴുതിയാനെ. പിടികിട്ടിയോ? അപ്പം ഈ ടേമുകളെ കൂട്ടി അങ്ങ് എഴുതി പോയായിരുന്നു. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പുകളല്ലേ? ആണല്ലോ. എങ്കിൽ നമുക്ക് തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ഒരു വെറൈറ്റി ചോദ്യം, അല്ലെങ്കിൽ ഈ പരീക്ഷകളിൽ ചോദിച്ചു കണ്ട നല്ലൊരു ചോദ്യം എന്ന് പറയുന്നത് സീക്വൻസുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. അതായത് 10 ടേമുകളുടെ സമ്മ്, അല്ലയോ? 10 പദങ്ങളുടെ സമ്മ് 140 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ S10 = 140. ക്വസ്റ്റ്യൻ തന്ന കാര്യം നമ്മളൊന്ന് എഴുതി വെച്ചു. ആൻഡ് സം ഓഫ് 11 ടേംസ്, അപ്പം S11 എന്ന് വിളിക്കുന്നത് 165 ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഇതേപോലൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്കും വന്നിരുന്നു, മോഡൽ എക്സാമിന്, ശരിയല്ലേ? അപ്പൊ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സമ്മുകൾക്ക് ചെറിയൊരു പ്രത്യേകത ഉള്ളത്. ഇവിടുത്തെ സമ്മുകൾ അടുത്തടുത്താ വരുന്നത്. അതായത് 10 ടേമിന്റെ സമ്മ് 11 ടേമിന്റെ സമ്മ്, ശരിയല്ലയോ? ഇങ്ങനെ അടുത്തടുത്ത ടേമുകൾ വന്നാൽ ചെറിയൊരു ബന്ധമുള്ളത് എന്തുവാന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. നോക്കിക്കേ, 10 ടേമിന്റെ സമ്മ് 140. ഇപ്പൊ 10 ടേമിന്റെ സമ്മ് എന്ന് വെച്ചാൽ x1 x2 x3 അങ്ങനെ x10 വരെ കൂടി ചേരുന്നതാണ് 140 എന്ന് എഴുതി വെച്ചേക്കുന്നത്, ശരിയല്ലയോ? ഇതിനകത്തോട്ട് x11, അതായത് S11 ടേമിന്റെ സമ്മ് എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? x1 x2 അങ്ങനെ x10 x11 അങ്ങനത്തൂടെ കൂടി ചേർന്നാൽ 165 എന്നാണ് കിടക്കുന്നത്, ശരിയല്ലയോ? നോക്കുകയാണെങ്കിൽ x10 വരെ ഇവിടെ കോമണാ, സെയിം അല്ലയോ? എക്സ്ട്രാ വന്നത് ആരാ? x11 അല്ലയോ? അപ്പൊ ഈ x11 കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം എന്തുവാന്ന് ചോദിച്ചാൽ, മക്കളെ ഇങ്ങനെ സ്റ്റെപ്പുകൾ എഴുതിയൊന്നും ആലോചിക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇനി SSLC പരീക്ഷയിൽ അടുപ്പിച്ച് നല്ല ഒന്നാം തരമായിട്ട് ഇങ്ങനൊരു ചോദ്യം വന്നാൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, അടുത്തടുത്ത സമ്മുകളാണ് വരുന്നത് എങ്കിൽ ദാ ഈ വലിയ നമ്പർ, ഇവിടെ വലിയ നമ്പർ എത്ര? 11 അല്ലയോ? ആ 11ാമത്തെ പദം കണ്ടുപിടിക്കാൻ x11ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഈ 11 ടേമിന്റെ സമ്മിൽ നിന്നും 10 ടേമിന്റെ സമ്മങ്ങ് മൈനസ് ചെയ്താൽ മതി. സോ 165 മൈനസ് 140 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. സോ അധികം സ്റ്റെപ്പുകളുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ 100 ടേമിന്റെ സമ്മ് 500ഉം 101 ടേമുകളുടെ സമ്മ് 700 ആണെങ്കിൽ, അല്ലയോ? ദാ അടുത്തടുത്തല്ലേ 100ഉം 101 അല്ലേ വന്നേക്കുന്നത്. ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഈ വലിയ നമ്പർ 101, x 101 കണ്ടുപിടിക്കാൻ ഈ 700ൽ നിന്നും
ഈ 500 ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി, നമ്മുടെ ഉത്തരം കിട്ടും 200. ഇതാണ് ഇതിന്റെ മെക്കാനിസം. സോ അടുത്തടുത്ത ടേമുകളാണ് തരുന്നതെങ്കിൽ ഇങ്ങനൊരു മാർഗമുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാർഗം വലിയൊരു. അപ്പൊ ഇവിടുത്തെ ഉത്തരം 165 നിന്നും 140 പോവുകയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 25. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലയോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. 11th ടേം എത്ര കണ്ടുപിടിച്ചു. എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യമാണ് 6th ടേം എത്ര. 6th ടേം കണ്ടുപിടിക്കാൻ ഒരു മാർഗം മക്കളെ, സം ആണ് തരുന്നതെങ്കിൽ അവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ 11 ടേംസിന്റെ സമ്മിനെയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ S11 is equal to 165 എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലയോ? ഈ 11 ടേമുകളുടെ സമ്മ്, ഈ 11 എന്ന് വിളിക്കുന്ന ഒരു ഓഡ് നമ്പർ ആണല്ലോ, ഒറ്റ സംഖ്യയാണല്ലോ. അപ്പൊ ഈ ഒരു ഒറ്റ സംഖ്യകളുടെ തുകയാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ ചെറിയൊരു പരിപാടിയുണ്ട്. നോക്കിക്കേ, 11 പേരെ നിരത്തി അങ്ങോട്ട് നിർത്തിയാൽ ഒത്ത നടുക്ക് വരുന്ന ആളെ കണ്ടുപിടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കേ. അത് നടുക്ക് വരുന്ന ആളെ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്കും അവിടെ ഉണ്ട്. എന്തുവാ? ഒന്ന് കൂട്ടി പകുതി എടുത്താൽ മതി. 11 പേരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിയാൽ 12. 12ന്റെ പാതി എത്രയാ? 6. സോ ആ ആറാമത്തെ ആളെ കണ്ടുപിടിക്കാൻ, അതായത് മിഡിൽ ടേമിനെ കണ്ടുപിടിക്കാനായിട്ട്, മധ്യപദത്തിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് സമ്മ് ബൈ നമ്പർ. എന്തോ ഇക്വേഷൻ? സം ബൈ നമ്പർ. ഇങ്ങനെ ഇക്വേഷൻ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് ആലോചിച്ചാൽ മതി. നോക്കിക്കേ, സം എത്ര? 165 ബൈ നമ്പർ ഓഫ് ടേംസ് എന്ന് വെച്ചാൽ 11. സോ 11. ഉത്തരം കിട്ടി. 165 ബൈ 11 ചെയ്യുകയാണെങ്കിൽ ആൻസറിലോട്ട് എത്തുമ്പോൾ നമുക്ക് 15 എന്ന ഉത്തരത്തിലോട്ട് നിൽക്കാം. സോ ഉത്തരം കിട്ടി. നോക്കിക്കേ, എന്തെങ്കിലും മെനക്കേടുണ്ടോ ഇവിടെ? സോ 2 ചോദ്യം, 2 മാർക്ക്, 2 സ്റ്റെപ്പ്. ഇത്രേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമാണല്ലോ. ഓർത്തു വെക്കേണ്ട കാര്യം, ഒരു സമ്മാണ് തരുന്നതെങ്കിൽ ആ സമ്മിൽ നിന്നും മിഡിൽ ടേം കണ്ടുപിടിക്കാൻ, മധ്യപദത്തിനെ കണ്ടുപിടിക്കാൻ സമ്മ് ബൈ നമ്പർ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. തുക ഭാഗം എണ്ണം എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എളുപ്പമല്ലേ? ഈ 2 ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നു അല്ലയോ? അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. 2 ടേമുകൾ അടുത്തടുത്ത് സമ്മുകളാ വരുന്നതെങ്കിൽ 10 ടേമിന്റെ സമ്മ്, 11 ടേമിന്റെ സമ്മ് എന്നിങ്ങനെയാ വരുന്നതെങ്കിൽ വലിയ ടേം കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. പിന്നെ മിഡിൽ ടേം, മധ്യപദം കണ്ടുപിടിക്കാൻ സം ബൈ നമ്പർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. സോ തൊട്ടടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ഓരോ ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരേ ടൈപ്പിന്റെ തന്നെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാര്യം നമുക്കിനി അതിനുള്ള സമയമില്ല. സോ ഓരോ ടൈപ്പിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പം. Calculate the difference of sum of first 20 terms of the sequences 4, 7, 10, 10, 13, 16 etc. അപ്പം ഒന്നാമത്തെ സീക്വൻസ് 4, 7, 10 etc. രണ്ടാമത്തെ സീക്വൻസ് 10, 13, 16 etc. അപ്പൊ 20 ടേംസിന്റെ സമ്മിന്റെ ഡിഫറൻസ്, തുക കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത് എങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്തങ്ങ് കണ്ടുപിടിക്കുക? സം അങ്ങ് കണ്ടുപിടിക്കുക. സം കാണുന്ന ഇക്വേഷൻ നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു. Sn is equal to n/2 into x1 plus xn. ശരിയല്ലയോ? ഈ ഇക്വേഷൻ നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തോട്ട് വരുന്ന സമയത്ത് ഇങ്ങനൊരു ചോദ്യം 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ, ഒരു 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഓക്കെ, സമ്മൊക്കെ കണ്ടുപിടിച്ച് പയ്യനെ മൈനസ് ചെയ്ത് എടുത്താൽ മതി. പക്ഷേ ഇതിങ്ങനൊരു ചോദ്യം ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആലോചിക്കുക. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെ 4, 7, 10 എന്ന് വിളിക്കുന്ന സീക്വൻസിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? നമുക്കറിയാം ഡി ഇവിടെ 3 ആണ്. കാര്യം 3 വീതമല്ലേ കൂടി കൂടി പോകുന്നത്. 10, 13, 16 ഇവിടെയും നമുക്കറിയാം കോമൺ ഡിഫറൻസ് 3 ആണ്.
ഇങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി രണ്ട് സീക്വൻസ് ആയി തരുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ കോമൺ ഡിഫറൻസുകൾ സെയിം ആണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ സമ്മിന്റെ ഡിഫറൻസ് ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഇതിനെ ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ മതി. എങ്ങനെയാണെന്നറിയാവോ? ഡിഫറൻസിന്റെ സം എടുത്താൽ മതി. അതായത് ഇവര് തമ്മിൽ അങ്ങോട്ട് കുറയ്ക്കുവാന്ന് വെച്ചോ. 10 4 കുറച്ച 6, 13 7 കുറച്ച 6, 16 10 കുറച്ച 6. നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത നമ്പർ എഴുതിയിട്ടും കുറച്ച് നോക്കുകയാണെങ്കിൽ ഈ 6 തന്നെ കിട്ടും. സോ കോമൺ ഡിഫറൻസുകൾ സെയിം ആയിട്ട് വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഈ ടേമുകൾ തമ്മിൽ കുറച്ചാൽ ഒരേ ഉത്തരം കിട്ടും. ഓക്കെ അല്ലയോ? അപ്പൊ നമ്മൾ നോക്കിക്കേ, 20 ടേമിന്റെ ഡിഫറൻസ് ആണ് വേണ്ടുന്നത്, വ്യത്യാസമാണ് വേണ്ടുന്നത്. സോ ഉത്തരം നമുക്ക് കിട്ടുകയാണ് ഡിഫറൻസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വ്യത്യാസം സമം. കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ആലോചിക്കുക. 6 6 6, അങ്ങനെ എത്ര ടേംസ് ഉണ്ട്? 20 ടേംസ് ഉണ്ട്. അപ്പൊ 20 തവണ 6 ഉണ്ട്. സോ ഉത്തരം 20 ഇൻറ്റു 6 120. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നാൽ ഇത്തരത്തിൽ ഉത്തരം എഴുതിയാൽ സൂപ്പർ ആയിട്ട് മാർക്ക് കിട്ടും. വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളാ. സമ്മ കണ്ടുപിടിച്ച് കുളവാക്കണ്ട, ഡിഫറൻസ് കണ്ടുപിടിക്കണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ജസ്റ്റ് മൈനസ് ചെയ്യുക, അതിന്റെ ഡിഫറൻസ് എടുക്കുക. ഇതിപ്പോ 50 ടേമിന്റെ സമ്മായിരുന്നെങ്കിലോ 50 ഇൻറ്റു 6 എടുത്തേനെ. ഇത്രേ ഉള്ളൂ കാര്യം. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ലയോ അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് 2 മാർക്കിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ സമ്മ കണ്ടുപിടിച്ച് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സമ്മ കണ്ടുപിടിച്ചേക്കാം. സമ്മിന്റെ ഇക്വേഷൻ നമ്മൾ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇതേ മാതൃകയിൽ വരുന്ന എന്നാൽ വേറൊരു രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൊട്ടടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് in sum of first 20 terms and the next 20 terms of the sequence 10 14 18 etc. അല്ലയോ? ദാ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക മക്കളെ. 10 14 18 എന്ന് പറയുന്നതിന്റെ 20 ടേംസ്. 20 ടേംസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒന്നാമത്തത് മുതൽ 20 വരെ. അടുത്ത 20 എന്ന് വെച്ചാൽ എത്ര മുതൽ എത്ര വരെ ആയിരിക്കും? ഇപ്പൊ 20 വരെ തീർന്നേ, ബാക്കി ഇനി എത്ര മുതലാ? 21 മുതൽ 40 വരെ. ശരിയാണല്ലോ? അപ്പൊ ചുരുക്കം പറഞ്ഞ 21ാമത്തെ ടേം മുതൽ 40ാമത്തെ ടേം വരെയുള്ള സീക്വൻസിനെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ x21 ഒന്ന് കണ്ടുപിടിക്കുക. എന്തു x21 എന്ന് വെച്ചാൽ 21ാമത്തെ ടേം ഒന്ന് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, x1 പ്ലസ് 20 d ചെയ്താ മതി. സോ ദ ഉത്തരം x1 ഒന്നാമത്തെ ടേം എത്ര? 10 പ്ലസ് 20 ഇൻറ്റു d. ഇവിടെ എത്ര വീതം കോമൺ ഡിഫറൻസ് വരുന്നത്? 4. സോ ഉത്തരം 4 ഇൻറ്റു 20 80. 80ഉം 10ഉം കൂട്ടിയ 90. അപ്പൊ 21ാമത്തെ ടേം നമുക്ക് 90 എന്ന് കിട്ടി. ഞാൻ ഇങ്ങോട്ട് എഴുതി വെക്കുവാണേ 90. സിമ്പിൾ ആയിട്ട് കാര്യം ചോദിക്കട്ടെ, അടുത്ത ടേം എത്ര ആയിരിക്കും? 94. എന്തുകൊണ്ടാ? വളരെ ഈസിയാ. 4 അല്ലേ കോമൺ ഡിഫറൻസ്, സെയിം സീക്വൻസും അല്ലയോ? അപ്പൊ 94 ആയി. അടുത്തത് 98 എക്സെട്രാ എന്നും പറഞ്ഞുകൊണ്ട് പോകത്തില്ലയോ? ദേ ഇനി നേരത്തെ ചെയ്ത പോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിന്റെ രണ്ടിന്റെയും സമ്മിന്റെ ഡിഫറൻസ് ആ വേണ്ടുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാ? ഡിഫറൻസ് എടുത്തിട്ട് സം എടുക്കുന്നു. സോ ദ ആൻസർ ഈസ് 90 10 കുറച്ചാൽ 80. 94 നിന്നും 14 പോയാ 80. 98 18 പോയാ 80. അങ്ങനെ പോകുന്നു. ശരിയല്ലയോ? അങ്ങനെ എത്ര ടേംസ് ഉണ്ട്? 20 ടേംസ് ഉണ്ട്. സോ ഉത്തരം ഡിഫറൻസ് ഈക്വൽ ടു, വ്യത്യാസം സമം. ഉത്തരം എത്ര കിട്ടും? 80കളാണ് ഉള്ളത്. എത്ര 80കളുണ്ട്? 20 80കളുണ്ട്. ശരിയല്ലയോ? സോ 8 2
16 0 0 ഉത്തരം കിട്ടി 1600. അതെന്ത് വേണ്ട, ഒത്തിരി സ്റ്റെപ്പുകളുടെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. സമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, സ്റ്റെപ്പ് എഴുതിക്കോ ചെയ്തോ. സമ്മ ചോദിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിടികിട്ടിയില്ലേ? വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഉത്തരം കിട്ടിയില്ലേ? ഈസി ആയിട്ട്. എങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് പരിചയപ്പെടുത്തി തരാം. ഒരേ സീക്വൻസിന്റെ 20ഉം നെക്സ്റ്റ് 20ഉം 30ഉം നെക്സ്റ്റ് 30ഉം 50 50ഉം അടുത്ത 50ഉം എന്നിങ്ങനെയാണ് ചോദിക്കുന്നത് എങ്കിൽ ആ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഓൾറെഡി നേരത്തെ മാർഗം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, നേരത്തെ ചെയ്ത രീതികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു മാർഗോടുണ്ട്. വേണമെങ്കിൽ ആ ഇക്വേഷൻ ആയിട്ട് തന്നെ കാണാൻ പഠിക്കുക. dn². എന്തുവാ ഇക്വേഷൻ? dn² എന്ന് വെച്ചാൽ d കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. ഇവിടെ എത്ര പൊതുവ്യത്യാസം പറഞ്ഞേക്കുന്നത്? 10 14 18. എത്ര വീതം കൂടുന്നു? 4. n². n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസ് ആ പറയുന്നത്? 20. സോ 20ന്റെ സ്ക്വയർ ഉത്തരം ചെയ്യുമ്പോൾ 4 × 20ന്റെ സ്ക്വയർ 400. ശരിയല്ലയോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1600. ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താലും ഉത്തരം നമുക്ക് സെയിം ആണ്. സോ സമ്മ് കണ്ടുപിടിക്കാൻ പറയുന്നില്ല എങ്കിൽ ഒന്നെങ്കിൽ നേരത്തെ ചെയ്ത കണക്ക് അടുത്ത ടേം കണ്ടുപിടിക്കുക, സീക്വൻസ് എഴുതുക, എന്നൊരു ഡിഫറൻസ് എടുത്ത് ചെയ്യാം. അല്ല എങ്കിൽ ഒറ്റയടിക്ക് dn² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരേ സീക്വൻസ് വരുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരേ സീക്വൻസ് അല്ലെങ്കിൽ തൊട്ട് മുന്നേ ചെയ്തതുപോലെ ചെയ്യുക. ഓക്കെ അല്ലേ? സോ വലിയ സ്റ്റെപ്പുകൾ കൂടാതെ ഈസി ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ചോദ്യം എപ്പോഴും ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതി വെച്ചാൽ അത് വലിയ ഉപകാരമായിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: The algebraic form of the sequence is 8n plus 2. അപ്പോൾ നമുക്ക് സീക്വൻസിന്റെ algebraic ഫോമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് xn എന്നാണ്. ഈ xn തന്നിട്ടുണ്ട് 8n plus 2. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. Find the remainder on dividing the terms of the sequence using 8. അപ്പൊ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു xn തന്നാൽ നമുക്ക് അതിൽ നിന്നും ആദ്യമേ തന്നെ കോമൺ ഡിഫറൻസിനെ കണ്ടെടുക്കാം. എങ്ങനെ കോമൺ ഡിഫറൻസിനെ കണ്ടെടുക്കുന്നത്? എന്നിന്റെ കൂടെ വരുന്നത് ആരാണോ അയാളാണ് കോമൺ ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസ് എത്ര? 8. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ ആ 8 കൊണ്ട് തന്നെയല്ലേ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ചോദിച്ചാൽ റിമൈൻഡർ എന്ന് വിളിക്കുന്ന സാധനം കണ്ടുപിടിക്കാൻ ചെറിയൊരു സൂത്ര പരിപാടിയുണ്ട്, വേറൊന്നുമില്ല. 8ന്റെ കൂടെ 2 കൂട്ടാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 2 ആഡ് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ടും 8ന്റെ ടേബിളിനെ കാട്ടിയും അവിടെ 2 കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം ഈ 2 ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ. എന്തെങ്കിലും പ്രയാസമുണ്ടോ? സോ 8n plus 3 എന്നായിരുന്നെങ്കിലോ 3 ആയിരിക്കും റിമൈൻഡർ. 8n plus 5 ആണെങ്കിലോ 5 ആയിരിക്കും റിമൈൻഡർ. സോ ഇത്രയേ ഉള്ളൂ അതിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചു. എങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്തുവാന്ന് ചോദിച്ചാൽ അതാ ഈ എന്നിനെ അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ മതി. ഇവിടെ ഈ n ഇല്ലെന്ന് അങ്ങ് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്ത് വരും? 8 plus 2. 8 plus 2 എത്ര? 10. ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. എന്തെങ്കിലും പ്രയാസമുണ്ടോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലയോ ഇത്? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം. സോ ഫസ്റ്റ് ചോദ്യം 2 കിട്ടി, സെക്കൻഡ് ചോദ്യം നമ്മൾ ചെയ്തു തീർത്തു. മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഓൾജിബ്രിക് ഫോം ഓഫ് ദ സം ഓഫ് ദി സീക്വൻസ്. തുകയുടെ ബീജഗണിത രൂപം കണ്ടെത്താൻ ചോദിച്ചാൽ SN ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനും നേരെ ചുവ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ ഒരു മാർഗം കൂടെ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണേ. കോമൺ ഡിഫറൻസ് എടുക്കുക. പൊതുവ്യത്യാസം എത്ര? 8. ഓക്കെ, ആ 8ന്റെ പാതി എടുക്കുക, n² ഇടുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തോ ചെയ്തത്? കോമൺ ഡിഫറൻസിന്റെ പകുതി എടുത്തു, അതിന്റെ n² ഇട്ട് വെച്ചു. ഒരു പ്രയാസമില്ലേ? നമുക്ക് അതിനെ ആലോചിക്കാം. 8ന്റെ പാതി എത്ര? 4. സോ ഇവിടെ ഉത്തരം നമുക്ക് വരുന്നത് 4n² പ്ലസ്. ഇനി നമുക്ക് ആലോചിക്കണേ,
ഫസ്റ്റ് ടൈം 10. ഫസ്റ്റ് ടൈം എത്ര? 10. 4ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 10 കിട്ടും? അപ്പൊ ഓർക്കുക, ആദ്യം കോമൺ ഡിഫറൻസിന്റെ പകുതി എടുത്ത് എഴുതി വെച്ചു. ഇനി ഈ 4ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 10 കിട്ടും? ഈസി അല്ലയോ? 5, 6, 7, 8, 9, 10. എത്ര? 6. സോ ആ 6 എഴുതി വെക്കുക, n ഇട്ട് വെക്കുക. ഓർക്കുക, ഇവിടെ കോമൺ ഡിഫറൻസിന്റെ പകുതി, ഇവിടെ അതിന്റെ കൂടെ ബാക്കി എത്രയാണോ അത്രയും വേണം. സോ n സ്ക്വയർ എന്നും എപ്പോഴും അവിടെ കാണുമെന്ന് ആലോചിക്കുക. ക്ലിയർ അല്ലയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ 4n സ്ക്വയർ പ്ലസ് 6n ഉത്തരവുമായി. അപ്പം ഈ ഒരു ചോദ്യത്തിനകത്ത് എന്തെങ്കിലും പ്രയാസമുള്ള സ്റ്റെപ്പുകളുണ്ടോ? റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഈ +2 അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ n ഇല്ലാതെ ആലോചിച്ചാൽ മതി. സോ 8 + 2. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്നിന്റെ കൂടെ വരുന്ന സോ ആ ഒരു എക്സൻ തന്നാൽ തന്നെ അതിൽ നിന്നും ഒരു 3-4 ചോദ്യങ്ങളുടെ എങ്കിലും ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് പറ്റും. പിടികിട്ടിയില്ലേ? ഈസി പരിപാടിയല്ലയോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകട്ടെ. ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്: The second term of an arithmetic sequence is 5. ഞാൻ താണ്ടേ സെക്കൻഡ് ടേം x2 = 5 എഴുതി വെച്ചു. The sequence is 5 and the sum of the first 6 terms is 60. അപ്പം 6 ടേമുകളുടെ സമ്മ് 60 ആണ്. നോക്കിയേ മക്കളെ, സമ്മ് തന്നിരുന്നാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മിഡിൽ ടേം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ശരിയല്ലയോ? ഇവിടെ 6 ടേമിന്റെ സമ്മ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. 6 ടേമിന്റെ സമ്മ് തന്നാൽ അവസാനം മടക്കി വന്നാൽ നടുക്ക് വല്ലവരും ഉണ്ടോ? ഇല്ല. അപ്പൊ മിഡിൽ ടേം എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല, ശരിയല്ലയോ? അപ്പൊ ഇങ്ങനെ മിഡിൽ ടേം ഇല്ലാത്ത അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ സമ്മാണ് തരുന്നത് എങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി: x1, x2, x3, x4, x5, x6. ഈ 6 ടേമുകളല്ലേ കൂട്ടം. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതൊന്നും എഴുതിയൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാലോചിച്ചാൽ മതി. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ഫസ്റ്റും ലാസ്റ്റും കൂടെ പെയർ ചെയ്യും. ഓക്കെ അല്ലയോ? സെക്കൻഡും തൊട്ടടുത്ത വരുന്നൂടെ പെയർ ചെയ്യും. ഇതുമായിട്ട് പെയർ ചെയ്യും. അതായത് ഇവിടെ ആകെ മൊത്തം എത്ര പെയറുകൾ ഉണ്ടായി? 3 പെയറുകൾ ഉണ്ടായി. നമുക്ക് അറിയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 60 എന്ന് വിളിക്കുന്ന ടോട്ടൽ സമ്മ് ഇവര് മൊത്തവും കൂടെ കൂടി ചേരുന്നത് 60 അല്ലയോ? ഈ 60നെ ഇവര് എത്ര പെയറുകളാക്കി? 3 പെയറുകളാക്കി. സോ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 60/3 എത്ര? 20. അപ്പൊ ചുരുക്കം പറഞ്ഞ x1ഉം x6ഉം കൂട്ടിയാൽ 20, x2ഉം x5ഉം കൂട്ടിയാലും 20, x3ഉം x4 കൂട്ടിയാലും 20. ഉത്തരം കിട്ടി. ഫസ്റ്റ് ചോദ്യം എന്തോ പറയുന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം അല്ലയോ? സെക്കൻഡും ഫിഫ്ത്തും ചുരുക്കം പറഞ്ഞ x2ഉം x5ഉം കൂട്ടിയാൽ എത്ര? x2 x5 കൂട്ടിയാൽ എത്ര? 20. ഉത്തരം തീർന്നു, ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം പറയുന്നതാണ് വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം? അഞ്ചാമത്തെ ടേം എത്ര? സിമ്പിളാ, നോക്കിക്കേ. x2 എത്ര? 5. അപ്പൊ ഈ x2ന് പകരം എനിക്ക് ആരെ കൊടുക്കാം? 5 പ്ലസ് x5 = 20. പ്ലസ് 5 അപ്പുറത്ത് പോയാൽ എന്താവും മക്കളെ? -5. സോ x5 = 20 -5. 20 5 പോയ ബാക്കി എത്ര ഉണ്ട്? 15. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? കോമൺ ഡിഫറൻസ് എങ്ങാനും കണ്ടുപിടിക്കാൻ ചോദിച്ചാണെങ്കിൽ ദാ 2 ടേമുകൾ നമ്മുടെ കയ്യിലുണ്ട്, കണ്ടുപിടിച്ചാൽ മതി. എങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സിക്സ്ത് ടേം? ഒന്നാമത്തെ ടേമും ആറാമത്തെ ടേമും ദാ ഒന്നാമത്തെ ടേമും ആറാമത്തെ ടേമും കൂട്ടിയാൽ എത്രന്ന്? ഒന്നാമത്തെ ആറാമത്തെയും കൂട്ടിയാൽ എത്ര എന്നാ അതാ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? 20. സോ നമുക്ക് എഴുതി വെക്കാം x1 പ്ലസ് x6 = 20. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ചോദ്യം ചെയ്യാൻ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെയോ? പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. ഇവിടെ ഈ എക്സിന്റെ താഴെയുള്ള നമ്പറുകൾ എത്രയൊക്കെയാ? 1ഉം 6ഉം. 6ഉം 1ഉം കൂട്ടിയാൽ എത്ര? 7. ഇവിടെ നോക്കിക്കേ, ഈ 2ഉം 5ഉം കൂട്ടിയാലും എത്ര? 7. ചുരുക്കം പറഞ്ഞ ഈ എക്സിന്റെ താഴെയുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ സെയിം ആയിട്ട് വന്നാൽ സമ്മും സെയിം ആവും. ഫോർ എക്സാമ്പിൾ ഈ ചോദ്യത്തിന്റെ എല്ലാ ഉത്തരങ്ങളും കഴിഞ്ഞു. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്. x3 പ്ലസ്
x20 ഈക്വൽ ടു 100 ആണെന്ന് വെച്ചോ. എത്രയാ? 100. ക്വസ്റ്റ്യന് പറയുക x1 പ്ലസ് x22 എത്ര? ഇങ്ങനെ ചോദിച്ചാ എന്തോ ചെയ്യും? സിമ്പിൾ ലോജിക്ക. 20 3 കൂട്ടുക 23, 1 22 കൂട്ടുക 23. സെയിം അല്ലയോ? ആണെങ്കിൽ ഈ 100 തന്നെയായിരിക്കും ഇവിടെയും ഉത്തരം. ഇത് ചുമ്മാ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഈസി ആയിട്ടൊരു കണക്കിനെ ചെയ്യാൻ വേണ്ടിയുള്ള മാർഗമാണ്. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിളൂടെ പറയാം. ചോദ്യം ഇതാണ്: x10 പ്ലസ് x16 സമം 100. അപ്പൊ താൻ ആലോചിക്കാവേ, x1 പ്ലസ് x25 ഈക്വൽ ടു എത്ര? അപ്പൊ ആലോചിക്കുക. 10ഉം 16ഉം കൂട്ടിയ 26, 1ഉം 25ഉം കൂട്ടിയ 26. രണ്ട് സെയിം ആണെങ്കിൽ ഈ സമ്മു എത്ര ആയിരിക്കും? 100. എങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. x13 എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? സിമ്പിളാ. 13ാമത്തെ ടേം അല്ലയോ? ഈ 26ന്റെ പാതി അല്ലയോ 13? അല്ലയോ? അപ്പം ടേമുകൾ സെയിം ആയിട്ട് വന്നാൽ ആ സമ്മും സെയിം ആയിട്ട് വരും. ഈ ടേം അങ്ങ് പകുതിയായി പോയാൽ ഈ സമ്മും പകുതിയാവും. 100ന്റെ പാതി 50. അപ്പൊ ആ 100ന്റെ പാതി 50 എടുത്ത് താഴോട്ട് എഴുതി വെച്ചു. എല്ലാം എളുപ്പമായി. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ മക്കൾ ഇത് ചെയ്യാനായിട്ട്? ഈസി അല്ലയോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? സോ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വളരെ ഈസി ആയിട്ട്. The sum of first n terms of an arithmetic sequence is 2n square plus 3n. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സമ്മ് തന്നിട്ടുണ്ട്. Sn എന്നാണ് സമ്മിനെ സൂചിപ്പിക്കുന്നത്. 2n സ്ക്വയർ പ്ലസ് 3n എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്? അപ്പം S5 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ ഈസി ആയിട്ട് എന്നിന് പകരം 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഉത്തരം എന്ത് കിട്ടും? 2 into 5 സ്ക്വയർ പ്ലസ് 3 into 5 എന്ന് വെച്ചാൽ ഈ n സ്ക്വയറിന് പകരം 5 സ്ക്വയർ കൊടുത്തു, എന്നിന് പകരം 5 കൊടുത്തു. ഇത്രേ നടന്നിട്ടുള്ളൂ. സോ ദ ആൻസർ ഈസ് 5ന്റെ സ്ക്വയർ 25, 25 into 2 50 പ്ലസ് 5 into 3 15. ആൻസർ കിട്ടി 65. സോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി 65. എന്തെങ്കിലും പ്രയാസമുള്ള കാര്യമാണോ ഇത്? എളുപ്പത്തിൽ ചെയ്തൂടെ? എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് ഇതാണ്: how many terms of the sequence starting from the first must be added to get 324? അതായത് ഈ സീക്വൻസിന്റെ എത്ര ടേം കൂട്ടിയാൽ 324 കിട്ടും? സിമ്പിൾ പരിപാടിയാ. ദാ സീക്വൻസിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 2n സ്ക്വയർ പ്ലസ് 3n. ശരിയല്ലയോ? ഇനി കൂട്ടുമ്പോൾ കിട്ടേണ്ട നമ്പർ ആയിട്ടും ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്. എത്ര? 324. സോ ഈക്വൽ ടു 324 എന്നങ്ങ് എടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ പ്ലസ് 324 ഇപ്പുറത്ത് വന്നാൽ ഉത്തരം എന്താവും? 2n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 320 ഇപ്പുറത്ത് വന്നാ മൈനസ് 324 സമം 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ ആയത്? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി. എങ്ങനെയാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്? ആദ്യം എയുടെ വില a ഈക്വൽ ടു ഒന്നാമത് കിടക്കുന്ന n സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ 2. ബിയുടെ വില b ഈസ് ഈക്വൽ ടു n-ന്റെ കൂടെ വരുന്ന നമ്പർ 3. സിയുടെ വില ലാസ്റ്റ് വരുന്ന കോൺസ്റ്റന്റ് മൈനസ് 324. ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ആദ്യം നമ്മുടെ റൂട്ടിനകത്തുള്ള സാധനത്തിനെ ഒന്ന് കണ്ടുപിടിക്കും. റൂട്ടിനകത്താരാ? ബി സ്ക്വയർ മൈനസ് 4ac ഒന്ന് കണ്ടുപിടിച്ചാലോ? ബി സ്ക്വയർ, ബി എത്ര? 3 ആയതുകൊണ്ട് 3യുടെ സ്ക്വയർ 9 മൈനസ് 4 into a. a എത്ര? 2 into സി. സി എത്ര? മൈനസ് 324. ആൻസർ 9. ഈ മൈനസും ഈ മൈനസും ചേരുമ്പോഴത്തേക്ക് പ്ലസ് ആകുന്നു. പിന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 2
8. 8 ഇൻറ്റു 324. 324 8 കൊണ്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 324 ഇൻറ്റു 8. 8 4 32 അല്ലേ? 16ന്റെ കൂടെ 3 കൂട്ടിയാൽ 19. 24ന്റെ കൂടെ 1 കൂട്ടിയാൽ 25. സോ 2592 എന്ന ഉത്തരത്തിലോട്ട് കിട്ടി. അപ്പം 9 പ്ലസ് 2592 ശരിയല്ലയോ? അപ്പൊ 2592ന്റെ കൂടെ 9 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2601 എന്ന ഉത്തരത്തിലോട്ട് കിട്ടി. ശരിയല്ലയോ? ഈ b² - 4ac നമ്മൾ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ മെയിൻ ഇക്വേഷൻ എഴുതുന്നു. എന്തുവാ മെയിൻ ഇക്വേഷൻ? x - b ± റൂട്ട് b² - 4ac the whole divided by 2a. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് നടത്തിയാലോ? മൈനസ് ബി. ബി എത്ര? 3. സോ -3 ± റൂട്ട് b² - 4ac. b² - 4ac എത്ര? 2601. the whole divided by 2a. a എത്ര? 2. സോ 2 ഇൻറ്റു 2 ശരിയല്ലയോ? അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് -3 ± 2601 ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് 51ന്റെ സ്ക്വയർ ആയിട്ട് കാണാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. പ്ലസ് ഇട്ട് നമ്മളൊരു ഉത്തരം എഴുതും, മൈനസ് ഇട്ട് നമ്മളൊരു ഉത്തരം എഴുതും. സോ n = ഇവിടെ x നമ്മൾ കൊടുത്തന്നേ ഉള്ളൂ, ഇവിടെ n തന്നെയാണ്. -3 +51/4 അല്ലയോ? അതേപോലെ അപ്പുറത്ത് -3 -51/4. ഉത്തരം എടുക്കുമ്പോൾ 51ന്ന് 3 പോയാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 51ന്ന് 3 പോയാൽ എത്ര? 48/4. 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി 12. സോ ഉത്തരം നമുക്ക് ലഭ്യമായി 12 എന്ന്. ഇത് ചെയ്യുമ്പോൾ എന്തായാലും നെഗറ്റീവ് ഉത്തരവാ. ശരിയല്ലയോ? നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം ഒരിക്കലും എന്ത് വരത്തില്ല? നെഗറ്റീവ് വരത്തില്ല. സോ ദ ആൻസർ ഈസ് 12 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്ര ടേമുകൾ കൂട്ടിയാൽ 324 കിട്ടും എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിൾ ആണ്, 12. ഓർക്കുക, ഇങ്ങനൊരു ചോദ്യം ഹൗ മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ചാപ്റ്റർ ആയിരിക്കും. ഓർത്തു വെച്ചേക്കാലോ, വളരെ എളുപ്പത്തിൽ പറയാലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഈ ഒരു ചാപ്റ്റർ എന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ഫൈനസ്റ്റ് ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനകത്തെ ലാസ്റ്റ് ചോദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നു. How many 3-digit numbers are there which leaves the remainder 3 on division by 8? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര 3-digit നമ്പറുകളുണ്ട്? ശരിയല്ലയോ? വളരെ ഈസിയാണ്. എണ്ണം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ n കണ്ടുപിടിക്കുക എന്നൊരു കാര്യം ചോദിച്ചാൽ അപ്പോഴേ നമ്മൾ ഇക്വേഷൻ എഴുതിക്കോണം. xn - x1 by d + 1. ഇതാണ് ഇക്വേഷൻ. ഓർത്തു വെച്ചേക്ക, xn - x1 by d + 1. ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞുതരാം. ഇവിടെ ഡിവിഷൻ പറഞ്ഞേക്കുന്നത് 8 ഉപയോഗിച്ച. ശരിയല്ലയോ? ആ 8 ആണ് നമ്മളുടെ കോമൺ ഡിഫറൻസ്. ഓക്കെ അല്ലയോ? ഇനി നമുക്ക് x1ഉം xnഉം വേണം. കണ്ടുപിടിച്ചാലോ? x1 കണ്ടുപിടിക്കാൻ ഇവിടെ 3-digit നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ 3-digit നമ്പേഴ്സ് എടുക്കുന്നു അല്ലേ? 3-digit നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? ഏറ്റവും ചെറിയ 3-digit നമ്പർ എത്ര? 100. സോ ആ 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ശിഷ്ടം നമുക്ക് നോക്കി നോക്കാം. 1 8 ശിഷ്ടം 2 0 താത്തിറക്കി അല്ലേ? 8 2 16 ശിഷ്ടം 4 കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് 3 ആയിരുന്നു വേണ്ടത്, 4 കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ചുമ്മാ ഒന്ന് എഴുതി നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈസി ആയിട്ട് ആലോചിക്കുക. 100നെ ഡിവൈഡ് ചെയ്തപ്പോൾ 4 ആണ് നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടിയത്. ശരിയല്ലേ? ഇതൊക്കെ സൈഡ് ചെയ്യേണ്ട പ്രോസസ്സുകളാണ്. 100ന് 4
101 5 കിട്ടും. ചുരുക്കം പറഞ്ഞ സംഖ്യ 1 കൂടുമ്പോൾ ശിഷ്ടവും 1 കൂടുന്നു. അപ്പൊ ഉത്തരം എന്ത് വരും? 102 6 കിട്ടും. നമുക്ക് 3 റിമൈൻഡർ വേണ്ടത്, അതുവരെ നമ്മൾ എഴുതണം. 103 വരുന്നതെങ്കിൽ 7 കിട്ടും. ഓക്കെ അല്ലയോ? 104 വരുന്നതെങ്കിൽ 8 കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഇത് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി മക്കളെ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 ശിഷ്ടം വരൂല. പകരം ആ 8 വരേണ്ടടുത്ത് 0 വരും. അപ്പൊ 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 6 ശിഷ്ടം വരൂല. പകരം ആ 6 വരേണ്ടടുത്ത് 0 വരും. അത് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് എഴുതാം. 105 ഇവിടെ 1 കൂടിയ 1 പിടികിട്ടി. അപ്പൊ 0 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകും. ബാക്കി 106 2 107 3. സോ നമ്പർ കിട്ടി 107. 3 അല്ലേ നമുക്ക് ശിഷ്ടം വരേണ്ടത്. സോ x1 ഈക്വൽ ടു 107. എളുപ്പമല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് xn കണ്ടുപിടിക്കാം. xn എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിനെ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ ഏറ്റവും ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എടുക്കുന്നു. ഏറ്റവും ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആരായിരിക്കും? 999. സോ 999. സെയിം പരിപാടി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 8 8 1. അടുത്ത 9നെ താത്തിറക്കി 2 8 16 3 ശിഷ്ടം. അടുത്ത 9നെ താത്തിറക്കി 39. അപ്പൊ 8ന്റെ ടേബിളിൽ 39 വരുന്നത് 8 4 32. ശരിയല്ലയോ? അപ്പം 7 ശിഷ്ടം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ എഴുതി കണക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. 999 ആകുമ്പോൾ 7 റിമൈൻഡർ. നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. 999 7 റിമൈൻഡർ. നമ്മളപ്പോ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാര്യം മുന്നോട്ട് പോയത് 4 ഡിജിറ്റ് നമ്പർ ആയി പോകും. സോ പുറകോട്ട് പോകുന്നു. 998. സംഖ്യ 1 കുറഞ്ഞാൽ റിമൈൻഡർ 1 കുറയും. 6. 997. അപ്പൊ ഒന്നുകൂടെ കുറയും. 5. 996. ഒന്നുകൂടെ കുറഞ്ഞു. 4. 995. ഒന്നുകൂടെ കുറഞ്ഞു. 3. സോ ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ ആയിട്ട് നമുക്ക് ആരെ കിട്ടി? 995 കിട്ടി. സോ xn is equal to 995 എന്ന് കിട്ടി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ ഇത്, അല്ലേ? ഇത് നമുക്ക് ഇക്വേഷനിലോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാണ്ടെ n ഈക്വൽ ടു xn. xn എത്ര? 995 മൈനസ് x1. x1 എത്ര? 107. The whole divided by d. d എത്ര? 8. ലാസ്റ്റ് പ്ലസ് 1. ശരിയല്ലയോ? ഈക്വൽ ടു 995 107 നമുക്കൊന്ന് കുറച്ച് നോക്കിയാലോ. 5 995 7 പോകുമ്പോ ബാക്കി പറഞ്ഞേ. 995 മൈനസ് 107. കുറച്ച് നോക്കി ഉത്തരം പറയാലോ നമുക്ക്. 8 8 8 എന്ന ഉത്തരത്തിലോട്ട് കിട്ടും. ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ ഫൈൻ ഉത്തരം 8 8 8 ബൈ 8 പ്ലസ് 1. ശരിയല്ലയോ? അപ്പൊ ഉത്തരം 8 8 8 ക്യാൻസൽ ആയി പോകുമ്പോഴത്തേക്ക് ബാക്കി എന്തുണ്ട്? 1 1 1 പ്ലസ് 1 ഈക്വൽ ടു 1 1 2 112 ഉത്തരം കിട്ടി. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? സോ നമുക്ക് എന്നിന്റെ വില കിട്ടി. എത്ര കിട്ടി? 112 എന്ന ഉത്തരത്തിലോട്ട് കിട്ടി. വളരെ ഈസി അല്ലേ? എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഇതിന്റെ ലാസ്റ്റ് ചോദ്യത്തിലൂടെ എന്ന് പറയുന്നു. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ സം ഓഫ് സച്ച് നമ്പേഴ്സ്. സം Sn കണ്ടുപിടിക്കണം. സോ സം എങ്ങനെ കണ്ടുപിടിക്കാം? സമ്മിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. സമ്മിന്റെ ഇക്വേഷൻ എന്തുവാ? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതാണ് ഇക്വേഷൻ. n നമ്പർ ഓഫ് ടൈംസ് ദോ നമുക്ക് കിട്ടി 112/2 ഇൻറ്റു x1 ദാണ്ട് x1 107 പ്ലസ് xn ദാണ്ട് 995.
ഇത് പ്രോസസ്സ് ചെയ്യുക, ഉത്തരം എഴുതുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ തരാത്ത എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലയോ ഇത്? സോ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും മറ്റു ചാപ്റ്ററുകളിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നന്ദി.